ഖാലിദാസിയ അധികാരത്തിൽ വരുമ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധം കുറച്ച് ഉലഞ്ഞു പോവുക, അതേസമയത്ത് ഷെയ്ഖ് ഹസീന വരുമ്പോൾ നമുക്ക് കൂടുതൽ ബന്ധമുണ്ടാകുക എന്നുള്ളൊരു ട്രഡീഷൻ അവിടെ ഡെവലപ്പ് ചെയ്തു. പ്രധാനപ്പെട്ട ചൈനയുടെ ഉദ്ദേശം സൗത്ത് ഏഷ്യ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുള്ളിടത്തോളം കാലം അത് സാധ്യമല്ല. അപ്പോൾ അതിന് എതിരായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുക, ബംഗ്ലാദേശിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈവൻ ഭൂട്ടാനെയോ അല്ലെങ്കിൽ നേപ്പാളിനെ ഉപയോഗിക്കാനുള്ള ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. ഭൂട്ടാൻ പോലും നമ്മളോട് വളരെ സ്നേഹമുള്ള രാജ്യമാണ്. ചെറുപ്പക്കാർക്ക് ഇപ്പോഴും വിചാരം എന്തിനാണ് നമ്മൾ ഇന്ത്യയോട് ഇത്ര വലിയ ഡിപ്പെൻഡൻ്റ് ആവുന്നത്. എന്നിട്ട് മഹാരാജാവിനെ കുറ്റം പറയുകയാണ്. പണ്ട് ചാണക്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത ചെറിയ രാജ്യങ്ങൾ ഒരിക്കലും നമ്മൾ ബന്ധുക്കളാവുകയില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മളെ കുറച്ച് ദൂരെയുള്ള ഒരു ഡിസ്റ്റൻറ്റ് നെയ്ബർഹുഡിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ആണോ ഈ ബംഗ്ലാദേശിലെ കലാപത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്? അത് ചത്ത കീചകനിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഭീമൻ ആരാണെന്ന് നമുക്കറിയാം. നമസ്കാരം, വാക്ക് മറുവാക്കിലേക്ക് സ്വാഗതം. നമ്മുടെ അയൽ രാജ്യവും ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യവുമായ ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ട് ദിവസങ്ങളേറെയായിരിക്കുന്നു. സംവരണ വിരുദ്ധ പ്രക്ഷോഭം കലാപമായി ആളിക്കത്തിയതിനെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പലായനം ചെയ്യുകയും രാജിവെക്കുകയും ചെയ്തു. ബംഗ്ലാദേശിൽ തുടരുന്ന ഈ കലാപം ഇന്ത്യയുടെ വിദേശ നയത്തെയും ആഭ്യന്തര രാഷ്ട്രീയത്തെയും എങ്ങനെ ബാധിക്കും? ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു നയതന്ത്ര വിദഗ്ധൻ ശ്രീ TP ശ്രീനിവാസൻ. സ്വാഗതം സർ. നമുക്കറിയാം, ബംഗ്ലാദേശ് അവിടെ ഈ കലാപവും പട്ടാള അട്ടിമറിയും ഒരു സ്ഥായിയായൊരു ഭരണ സംവിധാനമല്ല. സാധാരണ അതിപ്പോൾ രൂപീകരിച്ച 71 മുതൽ കണ്ടുകൊണ്ടേയിരിക്കുന്ന അതിൻ്റെ ഒരു ചരിത്രം അങ്ങനെ തന്നെയാണ്. ഈ എല്ലാ കാലത്തും പുറപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാ കാലത്തും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായൊരു കലാപം തന്നെ ആയിരിക്കുമോ ഇപ്പോൾ ഉണ്ടായിരിക്കണം? അതോ അത് കൂടുതൽ അതിന് ഗൗരവ സ്വഭാവം വരികയാണ്? ഈ ഒരു കലാപത്തിൻ്റെ ഒരു ഭാവി എന്തായിരിക്കും? അല്ല, പക്ഷേ കഴിഞ്ഞ 15 വർഷമായിട്ട് ഷെയ്ഖ് ഹസീന തന്നെയാണല്ലോ ഭരിക്കുന്നത്. എന്നാലും രാഷ്ട്രീയത്തിൽ ഒരുപാട് രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുള്ള രാജ്യമാണത്. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം തന്നെ ഒരു യുദ്ധത്തിലാണ് വിജയിച്ചത്. അപ്പോൾ അതിൻ്റെ പാർട്ട് ഓഫ് ട്രഡീഷനായൊരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ പോലും യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുക എന്നുള്ളത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട്. രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായ ഷേഖ് മുജിബുർ റഹ്മാനെ പോലും വധിക്കുകയുണ്ടായി, ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഷെയ്ഖ് ഹസീന അന്ന് അവരുടെ സഹോദരിയും ലണ്ടനിലായിരുന്നത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവരും അന്ന് മരിക്കേണ്ടതാണ്. അപ്പോൾ ഒരു വലിയൊരു രക്തരൂഷിതമായ ഒരു മാറ്റത്തിൽ കൂടെയാണ് അവർ പിന്നീട് അധികാരത്തിൽ വന്നത്, തെരഞ്ഞെടുപ്പിലൂടെ. അപ്പോൾ അവിടെ എല്ലാ കാലത്തും രണ്ട് പാർട്ടികളുണ്ടായിരുന്നു, സ്ട്രോങ് ആയിട്ട് തന്നെ. അങ്ങനെ ഇവർ രണ്ടുപേരും യൂസ് ടു കോൾ ഇറ്റ് 2 ഫേസസ് ഓഫ് ബംഗ്ലാദേശ്. അപ്പോൾ ഖാലിദാസിയ അധികാരത്തിൽ വരുമ്പോൾ നമ്മളുമായിട്ടുള്ള ബന്ധം കുറച്ച് ഉലഞ്ഞു പോവുക, അതേസമയത്ത് ഷെയ്ഖ് ഹസീന വരുമ്പോൾ നമുക്ക് കൂടുതൽ ബന്ധമുണ്ടാകുക എന്നുള്ളൊരു ട്രഡീഷൻ അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പം ഞാൻ ഒരിക്കൽ എഴുതുന്നു, ആസ് ലോങ് ആസ് ഷെയ്ഖ് ഹസീന ഇസ് ദെയർ, ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻസ് വിൽ ബി ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ വാമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് ഇന്ത്യയെപ്പറ്റി സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇന്ത്യയുടെ കൂടെയാണ് ബംഗ്ലാദേശിൻ്റെ ഭാവി. പട്ടത്തെ പോലെ തന്നെ ഭൂതവും അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഭാവിയും അത് തന്നെ ആയിരിക്കുന്നത് വളരെയധികം വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അവർ. അപ്പോൾ അത് നമ്മളവരെ പെർsuade ചെയ്ത് ഒരു പ്രോ ഇന്ത്യൻ നേതാവാക്കിയതല്ല. അവർ 1971 ഓർമ്മകളോടുകൂടി തന്നെ ഇന്ത്യയാണ് ഇത് സൃഷ്ടിച്ചത്, അവരെ സഹായിച്ചത്, ഇല്ലെങ്കിൽ ഇപ്പോഴും അത് പാകിസ്ഥാനാകുമായിരുന്നു എന്നുള്ള വിശ്വാസവും, അതുപോലെ സ്വന്തം അച്ഛനും കുടുംബാംഗങ്ങളും എല്ലാം മരിച്ചതിൻ്റെ ആ വേദനയും എല്ലാം കൂടി ചേർന്നിട്ടും അവർ വളരെ ഒരു പ്ലസൻറ്റും ആൻഡ് വളരെ ഒരു ഡെമോക്രാറ്റിക്കും നേതാവായിട്ടാണ് ആദ്യകാലങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ കഴിയുന്നിടത്ത് കൂടുതൽ പ്രശ്നങ്ങൾ വന്നു. ഖാലിദാസിയയുടെ പാർട്ടിയും അവാമി ലീഗുമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ജനാധിപത്യ തരത്തിൽ കൂടെ പരിഹരിക്കാനാണ് അവർ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പുകൾ പല തവണ നടന്നിട്ടുമുണ്ട്. പക്ഷേ അതുപോലെ മുഴുവനായിട്ടുള്ള മാറ്റം വരണം എന്ന് കുറേ ആളുകൾക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു സംഭവത്തിലേക്ക് കലാശിച്ചത്. ഇങ്ങനെ ഒരു സംവരണ വിരുദ്ധ പ്രക്ഷോഭം വിദ്യാർത്ഥികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ തുടങ്ങിയ സമയത്ത് ഈ ഒരു കലാപത്തെ അല്ലെങ്കിൽ ഈ ഒരു സമരത്തെ ചെറിയ രീതിയിലൊരു സമരമായി തുടങ്ങുമ്പോൾ ഇതിനെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന അതിനെ നേരിട്ട രീതിയിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിയതായി തോന്നുന്നു. കാരണം നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്തകളൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. തുടക്കത്തിൽ തന്നെ പോലീസിനെയും പട്ടാളത്തെയൊക്കെ
പാരാമിലിറ്ററിയൊക്കെ രംഗത്തിറക്കുന്നു, വെടിവെക്കുന്നു. ഈ വെടിവെപ്പെന്ന് പറയുമ്പോൾ ആകാശത്തോ അങ്ങനെയൊന്നും അല്ല വെടിവെക്കുന്നത്, നേർക്കുനേർ നിന്നാണ് വെടിവെക്കുന്നത്. അപ്പോൾ തികച്ചും അതിനെ അടിച്ചമർത്തുന്ന രീതിയിൽ ഒരു ഭരണ സംവിധാനത്തിൽ നിന്ന്, ഭരണകൂടത്തിൽ നിന്നൊക്കെ തന്നെ അങ്ങനെ ഒരു റിയാക്ഷനല്ലേ ഉണ്ടായത്. ഒരുപക്ഷെ ആ ഒരു രീതിയായിരിക്കില്ല, ഭരണകൂടം അതിനെ നേരിട്ട രീതിയായിരിക്കത്തില്ല ഇത്രയേറെ രക്തകലുഷിതമായി മാറാനുള്ളൊരു കാരണമൊക്കെ. ഇല്ല, അതിപ്പോൾ അവർ മാത്രമല്ലല്ലോ, രക്തം അതിനൊരു ഭാഗമായി മാറിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മുജീബുർ റഹ്മാനെ ഉടനെ തന്നെ വധിച്ചത് തന്നെ ഒരു വലിയ ഒരു ട്രാജഡി ആയിരുന്നല്ലോ. കാരണം ലോകത്തിന് മുഴുവനും ഒരു ആശ്വാസം നൽകിയ ഒരു സംഭവമായിരുന്നു ബംഗ്ലാദേശിൻ്റെ സ്ഥാപനം. ഇന്ത്യ അതിന് വളരെയധികം ശ്രമിക്കുകയും മിസസ് ഗാന്ധിയുടെ ഒരു വലിയ മിഷൻ തന്നെയായിരുന്നു അത്. അത് നമുക്ക് പാകിസ്ഥാനിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും എന്നാലും ഷെയ്ഖ് മുജീബുർ റഹ്മാനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ്റിനെയും ഒക്കെ നമുക്ക് വളരെയധികം സ്നേഹമായിരുന്നു, അവരോട് സഹകരിച്ചു. അങ്ങനെയാണ് ബംഗ്ലാദേശ് ഉണ്ടായതും അതിനുശേഷവും നമ്മൾ നല്ല ബന്ധമാണ് സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഖാലിദ സിയയുടെ കാലത്ത് അവരെപ്പോഴും അധികാരത്തിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവർക്കെതിരായിട്ട് അവാമി ലീഗിനെതിരായിട്ട് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് കാരണമായിട്ടൊരു വിപ്ലവം ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് ഷെയ്ഖ് ഹസീന വളരെ ശക്തമായി തന്നെ അതിനെ എതിർത്തു. എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വെടിവെപ്പുകളെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതൊരു ക്രൂരത കൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല അധികാരികളും പലതരത്തിലുള്ള മാർഗ്ഗങ്ങൾ നോക്കുമല്ലോ, അപ്പോൾ ചിലപ്പോൾ അത് കൈവിട്ടു പോകുന്നു. മറുഭാഗത്ത് പോലീസും നിരവധി പോലീസും വെടിവെപ്പിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കലാപം ഈ രാഷ്ട്രപതി, അതായത് അവരുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് ഹസീനയുടെ അച്ഛനായിപ്പോയി എന്നൊരു കാരണത്താലാണ് ആ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ നിന്ന് തലയൊക്കെ ആ ദൃശ്യങ്ങൾ പോലും നമുക്കത് അതേ രീതിയിൽ ആ ഒരു കലാപം, അതാണ് ഈ മുൻപ് ഉണ്ടായിട്ടുള്ള ഒരു സമാനമായ കലാപത്തിനപ്പുറത്തേക്ക് ഇതിനൊരു ഗൗരവ സ്വഭാവം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. എല്ലാവരും ഒരു ഭാഗം എത്തിയപ്പോഴത്തേക്കും ഈ സ്റ്റുഡൻറ്റ് പ്രശ്നമല്ലല്ലോ, അതല്ല ഇതുണ്ടാക്കി. അതെ അതെ. അപ്പോൾ പൊതുവെ അവർ വളരെയധികം ജനാധിപത്യത്തിനെതിരായിട്ടാണ്, അതല്ലെങ്കിൽ ജനാധിപത്യത്തെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഒരു സംശയം ഉണ്ടായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഒരു കാലത്തും ജനാധിപത്യപരമായി അവർ ഭരിക്കുകയില്ല. അവർ കാര്യങ്ങൾ പലത് ചെയ്തു. ബംഗ്ലാദേശിനെ ഇന്ത്യയെക്കാളും കൂടുതൽ ഒരു സ്റ്റെപ്പ് മുമ്പിലാക്കി എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതാണ് കാരണം ഈ 15 വർഷം ഈ തുടർച്ചയായി 15 വർഷം ഭരിച്ചപ്പോൾ ബംഗ്ലാദേശിനെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഗ്രോവിങ് എക്കണോമി, ലോകത്ത് തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് എക്കണോമി. ഇന്ത്യ കമ്പാരിസൺ പോലും വന്നു. സൗത്ത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഗ്രോവിങ് എക്കണോമിക്കായി മാറി. ഈ രീതിയിലൊരു വളർച്ച ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് അവർക്ക് എതിരായ ഒരു വികാരം ഉണ്ടായത്? ഫ്രീഡം എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും വരുമല്ലോ. ഇപ്പോൾ നമ്മുടെ എമർജൻസി കാലത്ത് മിസസ് ഗാന്ധി ഭരിച്ചപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു, കുറേ ആളുകൾക്ക് അല്ലേ. അതെ അതെ. ട്രെയിൻ സമയത്ത് ഓടുന്നു, അച്യുതമേനൻ തന്നെ അവരെ പ്രശംസിക്കുകയുണ്ടായി. എമർജൻസി നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ രാജ്യത്ത് വളർച്ച ഉണ്ടാക്കാമെന്നായിരുന്നു അച്യുതമേനൻ്റെ തീരുമാനം. അതുകൊണ്ട് അദ്ദേഹം അതിനെ ശ്രമിച്ചു. അതിന് ആ കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഈ അറ്റ്മോസ്ഫിയർ ഓഫ് ഡിസിപ്ലിൻ ഉണ്ടായപ്പോൾ അത് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. പക്ഷേ അത് ആളുകൾക്ക് വേണ്ടല്ലോ. ഇപ്പം ഏത് സമരത്തും എപ്പോഴും ഇത് ബ്രെഡ് ഓർ ഫ്രീഡം എന്ന് വരുമ്പോൾ എല്ലാവരും ഫ്രീഡത്തിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് നഷ്ടമായാൽ പോലും, ജീവൻ നഷ്ടമായാൽ പോലും നമുക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ്, അല്ലാതെ ഇത് വികസനമല്ല എന്നുള്ള ചിന്ത ആളുകൾക്കുണ്ടാകുന്നത് അതൊരു നാച്ചുറൽ ടെൻഡൻസിയാണ്. കാരണം മനുഷ്യർ പൊതുവേ ഡെമോക്രാറ്റിക്കാണ്. കാരണം അത് എങ്കിൽ മാത്രമേ നമുക്കും അധികാരത്തിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ. ഈ ഡെമോക്രസി ഇല്ലെങ്കിൽ നമ്മളെവിടെ പോകും? ഒരു കാലത്ത് നമുക്ക് അധികാരം കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്വേച്ഛാധിപതിയാണ് ഹസീന, കില്ലർ ഹസീന ഗോട്ട് എന്ന്. അതിനപ്പുറത്തേക്ക് ഒറ്റ സ്ലോഗനായിരുന്നു ഈ കലാപകാരികൾ ഈ കലാപ സമയത്തുണ്ടെന്നീളം. ഉണ്ടായുള്ളൂ. ഈ 15 വർഷം ഭരിച്ചതിനകത്ത് ഇപ്പോൾ എത്ര 2 കൊല്ലം പോലും ആയിട്ടില്ല ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായത്. പക്ഷേ ഈ 2 കൊല്ലം അവസാനം ഈ എക്കണോമിയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും അവസാനം ഈ 2 കൊല്ലമൊക്കെ അവർ ഈ നേടിയെടുത്ത ഒരു സമ്പദ്ഘടന അത് താഴോട്ട് പോകുന്നൊരു കാഴ്ചയായിരുന്നു. ഇടയ്ക്കൊക്കെ ഈ ശ്രീലങ്കയ്ക്ക് സമാനമായി ബംഗ്ലാദേശ് മാറുമെന്ന്, സമ്പദ്ഘടനയിൽ ആ രീതിയിലേക്ക് മാറുമെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ. പക്ഷേ അതൊക്കെ തന്നെ ആയിരിക്കുമോ? ഈ തൊഴിലില്ലായ്മയും വിലക്കയറ്റമൊക്കെ ആണല്ലോ ഈ സംവരണ വിരുദ്ധ കലാപത്തിലേക്കൊക്കെ മാറിയത്. ഇവരുടെ കുറെ കൂടെ ശക്തമായ ഒരു ഡിസിപ്ലിൻ ഇമ്പോസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിനെ അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും ഇതൊക്കെ വളർച്ചയുണ്ടായിട്ടും അതുപോരാ, നമുക്ക് സ്വാതന്ത്ര്യം കൂടി വേണം എന്നുള്ളതാണ്. ഷെയ്ഖ് ഹസീന തുടർച്ചയായി 3 തവണ അധികാരത്തിലിരിക്കുമ്പോൾ 15 വർഷം അധികാരത്തിലിരിക്കുമ്പോൾ ഓരോ തവണയും നടത്തിയ തെരഞ്ഞെടുപ്പും ഒട്ടും സുതാര്യവും സ്വതന്ത്രവുമായിരുന്നില്ല എന്ന് ഏറ്റവും ശക്തമായ ഒരു ആരോപണമായിരുന്നു. കാരണം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തുടർച്ചയായി ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷമില്ലാതെയായിരുന്നു ഒരു
ജനാധിപത്യം, ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരുന്നു അവിടെ നടന്നിരുന്നത്. എക്സ്റ്റേണൽ ഇൻ്റർഫിയറൻസ് ഉണ്ടായി കാണണം. എനിക്ക് തോന്നുന്നത് ചൈനയെ പറ്റിയുള്ള രാജ്യങ്ങൾ ഇതിലൊക്കെ ഒരുപാട് പക്ഷേ ആ താല്പര്യം. സമയത്ത് ഈ അമേരിക്കൻ ഒബ്സർവേഴ്സ് ഒക്കെ ആ തെരഞ്ഞെടുപ്പിന് അങ്ങനെ തന്നെ ആയിരുന്നു. അവർ പക്ഷേ അത് അത്ര ഫ്രീ ആൻഡ് ഫെയർ ആയിരുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് അമേരിക്കൻ ഗവൺമെൻറ് അവരെ ഒരിക്കലും സർട്ടിഫൈ ചെയ്തിരുന്നില്ല. അവർ പറഞ്ഞിട്ട് ജനറലി ഒബ്സർവേഴ്സ് ബിലീവ് ദാറ്റ് വാസ് ഫെയർ ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ എന്നൊരു ഇതാണ്. അവർ അതിനൊരു റെസ്പോൺസിബിലിറ്റി എടുത്തിരുന്നില്ല. പക്ഷേ അമേരിക്കയ്ക്ക് ബംഗ്ലാദേശിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവരുടെ ഐഡിയോളജിക്കെതിരായിട്ടോ ഫ്രീ ഇക്കോണമിയാണ്, അവരുടെ സഹായം കൊണ്ടാണ് പലതും നേടിയെടുത്തിരുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് അവരോട് വൈരാഗ്യമുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചൈനയ്ക്ക് താല്പര്യമുണ്ട്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ചൈനയുടെ ഉദ്ദേശം സൗത്ത് ഏഷ്യ ഡോമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയുള്ളിടത്തോളം കാലം അത് സാധ്യമല്ല. അപ്പോൾ അതിന് എതിരായിട്ട് പാകിസ്ഥാനെ ഉപയോഗിക്കുക, ബംഗ്ലാദേശിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈവൻ ഭൂട്ടാനെയോ അല്ലെങ്കിൽ നേപ്പാളിനെ ഉപയോഗിക്കാനുള്ള ശ്രമം പലപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ വിജയിച്ചെന്ന് വരും, ചിലപ്പോൾ വിജയിച്ചെന്ന് വരില്ല. അതാണ് പറ്റിയത്. ഇപ്പോൾ ഞാനവിടെ പോയത് 2009 അപ്പം അവിടെ വളരെ ഒരു എന്താണ് സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അവർ വളരെ പൊളായിട്ടാണ്, വളരെ ഫ്രണ്ട്ലിയാണ്. അവർ ഇത്ര ഒരു ഏകാധിപതിയാണെന്ന് നമ്മൾ അവരോട് സംസാരിച്ചാൽ നമുക്ക് തോന്നുകയുമില്ല. ഇന്ത്യയോടാണെങ്കിൽ വളരെ അടുത്ത് സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുമ്പോഴോ ഞങ്ങൾ പോരാൻ സമയമായിട്ടും മ്യൂസിയം മുജിബുർ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ മ്യൂസിയം കാണാനായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ മ്യൂസിയം കാണാതെ പോകാൻ പാടില്ല, ഞങ്ങളുടെ ചരിത്രം കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട് അവരുടെ വീട് തന്നെ ആയിരുന്നല്ലോ, പോയി കാണണം. അതുകൊണ്ട് പ്രത്യേകം തുറന്നു തന്നു, ഞങ്ങൾക്ക് രാത്രി പോയി കാണാനുള്ള അവസരം ലഭിച്ചു. അപ്പോൾ അതിലാണ് അവർ ഉറച്ചു നിന്നിരുന്നത്. ഷെയ്ഖ് മുജിബുർ റഹ്മാൻ്റെ താല്പര്യവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്ര സ്നേഹവും അദ്ദേഹത്തിൻ്റെ വിജയവും ഇന്ത്യയുടെ സഹായമൊക്കെ അവരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഇന്ത്യക്കെതിരായിട്ട് ഏതെങ്കിലും ഒരു സംഭവം അവിടെ നടക്കുമെന്ന് നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സ്വതന്ത്രമായത് തന്നെ നമ്മുടെ മിസസ് ഗാന്ധിയുടെ നിശ്ചയദാർഢ്യം കൊണ്ടും അവർ ലോകം മുഴുവൻ സഞ്ചരിച്ച് എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമാണ് യുദ്ധത്തിലേക്ക് നീങ്ങിയത്. അപ്പോൾ ഇന്ത്യക്ക് ബംഗ്ലാദേശിനോടുള്ള ഒരു താല്പര്യവും അതിൻ്റെ വളർച്ച നമുക്ക് നന്നായിരിക്കും, രണ്ടു വശത്ത് പാകിസ്ഥാൻ ഉണ്ടാകുന്നതിനേക്കാളും ഒരു നല്ല രാജ്യം, ഒരു സെക്യുലർ രാജ്യം ഉണ്ടാകും എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ. പക്ഷേ അവിടെയും ഈ സെക്യുലറിസം അത്ര ശോഭിച്ചില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും അന്ന് ഈ ബംഗ്ലാദേശ് രൂപീകരണ സമയത്ത് പോലും പാകിസ്ഥാനിൽ മതി ബംഗ്ലാദേശിലേക്ക് വരണ്ട, അങ്ങനെ ഒരു രാജ്യം, സെപ്പറേറ്റ് രാജ്യം വേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്നവരുടെ ഫോളോവേഴ്സാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ അതെ, ആ ഒരു കലാപം അത് തന്നെയാവും ആ ഒരു സർക്കാരിനെ അട്ടിമറിക്കാനെന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പിന്നിലൊക്കെ പാകിസ്ഥാൻ്റെയോ ചൈനയുടെയോ ഒക്കെ താല്പര്യങ്ങൾ ഇതിനകത്തുണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ സർ മനസ്സിലാകുന്നത്, ഇപ്പം ബംഗ്ലാദേശിൻ്റെ പാകിസ്ഥാൻ്റെ ഒരു ചെറിയൊരു പതിപ്പാണ് ബംഗ്ലാദേശ്. കാരണം സ്ഥിരമായി പട്ടാള അട്ടിമറിയും ഒരു ജനാധിപത്യ പക്വത ഇല്ലാത്തൊരു രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷേ അവിടെ മനസ്സിലാക്കുന്നത് ഈ 30% യുവാക്കൾ. അത് ഇത്രയും ഒരു മൊത്തം പോപ്പുലേഷൻ്റെ 30% യുവാക്കളെന്ന് പറയുമ്പോൾ അതായത് നോക്കുമ്പോൾ ഈ 15 വയസ്സിന് 29 വയസ്സിനിടയിലുള്ള ആളുകളാണ് 30% വരുന്ന യുവാക്കൾ. അത് ഈ ലോകത്തെ രാജ്യങ്ങളിൽ തന്നെ നോക്കുമ്പോൾ ഒരു അപൂർവമായ ഒരു കണക്കാണ്. ഈ യുവാക്കൾ ഈ യുവാക്കളുടെയൊക്കെ ഒരു പോപ്പുലേഷൻ ഇത്രയേറെ കൂടുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഒരു പ്രത്യേകമായ ഒരു, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഓപ്പോസിഷൻ്റെയൊക്കെ ഒരു പിന്തുണ ഇവർക്കുണ്ടെന്നെങ്കിൽ പറയാമെങ്കിൽ പോലും സ്വതന്ത്രമായി ചിന്തിക്കുന്ന യുവാക്കൾ എന്തുകൊണ്ടാണ് ഈ ഷെയ്ഖ് ഹസീനയെ അംഗീകരിക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നത്? അത് ഈ തൊഴിലില്ലായ്മ അതൊക്കെ തന്നെ ആയിരിക്കുമോ? തൊഴിലില്ലായ്മയുണ്ട്, പക്ഷേ ഒരു എപ്പോഴും ഐഡിയലിസ്റ്റിക്കായിട്ട് പെരുമാറുന്ന ചെറുപ്പക്കാരാണല്ലോ. ഇപ്പോൾ പ്രായമായവർക്കൊരു അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു ഒരു സംതൃപ്തിയിലായിരിക്കും കൂടുതലും ആളുകൾ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ചെറുപ്പക്കാരാകുമ്പോൾ അവർക്ക് ആസ്പിറേഷൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഗവൺമെൻറ് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പോളിസീസ്, ഗവൺമെൻറ്റിൻ്റെ പോളിസി യങ് ചെറുപ്പക്കാരെ സഹായിക്കുന്നതല്ല, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന പോലെ അല്ല എന്ന് തോന്നുമ്പോൾ ചെറുപ്പക്കാർക്കാണല്ലോ പെട്ടെന്നൊരു രക്തം തിളയ്ക്കുന്നത്. അത് സാധാരണമാണ്, എല്ലായിടത്തും നമ്മൾ കാണുന്നത്. ബർമയിൽ കണ്ടാണല്ലോ നമ്മളത്. യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് എപ്പോഴും സമരങ്ങൾ പ്രത്യക്ഷമാവുക. ഇവിടെ തന്നെ JNU നോക്കിയാൽ നമുക്കറിയാമല്ലോ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്റ്റീവായിട്ടായാലും ഡിസ്ട്രക്റ്റീവായിട്ടായാലും ചെറുപ്പക്കാർ പെരുമാറുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റികളിലാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ എടുത്തോളൂ, ഇവിടെ രാഷ്ട്രീയമല്ലേ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇവർ ഈ ചെറുപ്പക്കാർ തന്നെയാണ് ഇതിൻ്റെ ഒരു ആശയം അല്ലെങ്കിൽ വിപ്ലവത്തിന് എപ്പോഴും അടിത്തറ പാകുന്നത്. പക്ഷേ ഈ ഷെയ്ഖ് ഹസീന ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവർ സ്ഥാപിക്കുന്നത് പോലെ പ്രതിക്കൂട്ടിലാക്കുന്നത് പോലെ ആ രീതിയിലൊരു സ്വേച്ഛാധിപതി തന്നെ ആണോ ഈ ഷെയ്ഖ് ഹസീന? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല.
പക്ഷേ നമ്മൾ റിപ്പോർട്ടുകളെല്ലാം അതാണ് കാണുന്നത്. ഇപ്പം അവരെ ഓപ്പോസിഷൻ ലീഡറെ തന്നെ ജയിലിലാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ അസാധാരണമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അവരെ കാണുന്നത് പോലെ അല്ല. അത് ഒരു വ്യക്തിയായിട്ട് ഒരു വളരെ ഒരു ലിബറൽ, വളരെ എന്താണ് ഫ്രണ്ട്ലി എല്ലാമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരിങ്ങനെ ചെയ്തോന്ന് പോലും നമുക്ക് സംശയം തോന്നുന്നു. എനിക്കിപ്പോഴും സംശയമുണ്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. അത് ചെയ്യേണ്ടി വന്നതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരോട് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന ഇമ്പ്രഷൻ അവർ വളരെ നല്ല സ്വതന്ത്രയായ രാജ്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന, ഇന്ത്യയോട് സ്നേഹം പുലർത്തുന്ന ഒരു വ്യക്തി എന്നാണ് നമുക്ക് തോന്നിയിരുന്നത്. വളരെയധികം. ഞാനൊരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അവർ ഞങ്ങളിങ്ങോട്ട് ക്ഷണിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞില്ല എനിക്ക് വരാൻ പറ്റില്ല, നിങ്ങളിങ്ങോട്ട് വരൂ. അങ്ങനെയാണ് ഞാൻ പോയത്. അപ്പോൾ അവർ ഒരു 2-2.5 മണിക്കൂർ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാൻ അവാർഡ് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. അങ്ങനെ ആയിരുന്നില്ല. അവർ വളരെ സിൻസിയറായിട്ട്, അവരുടെ ഹസ്ബൻഡ് ഒരു ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അതിനെപ്പറ്റി, ഞാൻ അറ്റോമിക് എനർജിയിലുണ്ടായിരുന്നുകൊണ്ട് അതിനെപ്പറ്റി വളരെ ദീർഘം എൻ്റെ അടുത്ത് സംസാരിച്ചു. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയെ പറ്റി സംസാരിച്ചു. പിന്നെ ഇന്ത്യയെപ്പറ്റി പറയുമ്പോഴൊക്കെ എപ്പോഴും വാചാലയാകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എന്താണ് ക്രിറ്റിസിസം ഇന്ത്യയെ പറ്റി പറയുന്നത്, ഇന്ത്യ അവരുടെ ഒരു യു പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ് എന്നാണ് നമ്മളെ പറ്റിയുള്ള ഇപ്പോൾ ഉള്ള ഒരു പരാതി. എന്തുകൊണ്ട് മറ്റുള്ളവരോട് കൂടി. പക്ഷേ അത് അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ചേർന്ന് നിൽക്കാനേ നമുക്ക് സാധ്യമാവുകയുള്ളൂ. നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളെന്താ ഓപ്പോസിഷനെ കൊണ്ടുവരാത്തത്. അതൊരു കണ്ടീഷനാക്കാൻ പറ്റില്ലല്ലോ. ജനാധിപത്യം ശരി, അത് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. പക്ഷേ അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അവർക്ക് വിട്ടുകൊടുക്കല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ ഇടപെടാതിരിക്കുകയാണ് ഇന്ത്യ ചെയ്തതും. നമ്മളൊരിക്കലും അതിനകത്ത് ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇത്ര വഷളാകും എന്നുള്ള ആരും പ്രതീക്ഷിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ ഇപ്പോൾ ഒരുപക്ഷെ ഈ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമെന്ന നിലയിലും നമ്മുടെ അയൽ രാജ്യമെന്ന നിലയിലുമൊക്കെയും ബംഗ്ലാദേശിലെ ഈ കലാപം, ഇതിൽ ഇന്ത്യക്ക് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഇന്ത്യക്ക് ഇടപെടുന്നതിൽ ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പോലും ഒരർത്ഥത്തിൽ അത് ബാധിക്കില്ലേ സർ? കാരണം ഈ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, ഈ ബംഗ്ലാദേശുമായി കണക്ട് ചെയ്തിരിക്കുന്ന സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാൾ, അസം, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തേക്ക് ബാധിക്കും. കാരണം ഇപ്പോൾ തന്നെ അസം മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്, ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ കലാപകാരികളൊക്കെ ഇനി ബംഗ്ലാദേശിൽ ക്യാമ്പ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറും. ഷെയ്ഖ് ഹസീന ഒരുപക്ഷെ അതൊക്കെ നിയന്ത്രിച്ചിരുന്നു. ആ രീതിയിലേക്കൊക്കെ മാറുമെന്ന രീതിയിൽ മാത്രമല്ല, രാജ്യസഭയിലും ലോക്സഭയിലുമൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയം നോട്ടീസിനൊക്കെ നൽകിയിരുന്നു. ഇതിനി എങ്ങനെ ഇന്ത്യയെ ബാധിക്കുന്നു എന്ന രീതിയിലാണ്. വലിയ രീതിയിൽ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെ ഇത് ബാധിക്കില്ലേ? അല്ല, അത് ബേസിക്കായിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ തന്നെയാണല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഒരു റിലീജിയസ് കളറുള്ളതാണ് എപ്പോഴും. അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവർ ഹിന്ദുക്കളായിരിക്കാം, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവർ മുസ്ലിങ്ങളായിരിക്കാം. ആ ഒരു വ്യത്യാസം കൂടെ അവിടെയുണ്ട്. ഒരു സെക്യുലർ രാജ്യമാണെന്ന് പറയുമെങ്കിലും അധികാരത്തിലെത്തുന്നവരൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ മറ്റുള്ളിടത്തു നിന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക് ആയിട്ടുള്ളൊരു രാജ്യമായി വളരണം എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരു വളരെ ഒരു എക്സ്പ്ലോസീവ് സിറ്റുവേഷനൊക്കെ മാറാം. ഒരു പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നു. അപ്പോഴുണ്ടായിരുന്ന ഒരു റിലീജിയസ് ബേസ്ഡ്, ഷരിയ ബേസ്ഡ് ലോസൊക്കെ അവർക്ക് ഇപ്പോഴും ചിലപ്പോൾ അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു മതപരമായ കാര്യങ്ങളിൽ അവർക്ക് വേറെ സ്വാതന്ത്ര്യം വേണമെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ വേണം ഈ രാജ്യം പോകണമെന്നോ ആഗ്രഹിക്കുന്നവർ അവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരായി, ഇപ്പോൾ തന്നെ ഈ വിപ്ലവം വന്നപ്പോഴും ഹിന്ദുക്കൾക്കെതിരായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അതാണ് ഒരു ആസ്പെക്റ്റ് ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ അത് ശ്രീലങ്കയിലോ അല്ലെങ്കിൽ ഭൂട്ടാനിലോ നേപ്പാളിലോ ഒന്നും ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഒരു ഫണ്ടമെൻ്റൽ തിങ്, ഇത് പാകിസ്ഥാനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അത് ഇന്ത്യയുടെ ഉത്തരവാദിത്വമാണെന്നുള്ള ആ ഫീലിംഗ് പാകിസ്ഥാനിൽ മുഴുവനായിട്ടും ബംഗ്ലാദേശിലെ കുറച്ച് പേർക്കും ഉണ്ടാകുമല്ലോ. പക്ഷേ ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു നേതാവ് ഇന്ത്യക്ക് അടുത്ത് വരുമ്പോൾ അവരെ സഹായിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ വേണ്ട ഞങ്ങൾ മറ്റു ഖാലിദാസിയോടും കൂടെ സംസാരിക്കട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പല രാജ്യങ്ങളിലും ഈ പ്രശ്നമില്ലാതെ തന്നെ, ഇപ്പോൾ മാൾഡീവ്സിലെ ആളുകൾ എന്തുകൊണ്ട് ഇന്ത്യയോട് ഇങ്ങനെ പെരുമാറുന്നു? അപ്പോൾ അവർക്ക് ചൈനയോടുള്ള താല്പര്യം കൊണ്ടാണ്. അപ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് അവർക്കെന്നൊരു ഫീലിംഗ് അവർക്കുണ്ടായിരുന്നു. ബാക്കി ഇന്ത്യയുടെ എല്ലാ രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ പാകിസ്ഥാൻ, ചൈന, ശ്രീലങ്ക, നേപ്പാൾ, ഇതൊക്കെ തന്നെ ഇന്ത്യയോടുള്ളൊരു വിദേശ നയം അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള അവരുടെ ഒരു രീതിയും സമീപനവും ഒക്കെ നമുക്കറിയാം. ഇന്ത്യയുമായി അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ആകെ ഇന്ത്യ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യ എല്ലാ കാലവും സപ്പോർട്ടും പിന്തുണയ്ക്കുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശ് ഒരുപക്ഷെ ഇനിയിപ്പോൾ
പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ശത്രു രാജ്യങ്ങളാൽ വലയപ്പെട്ട ഒരു രാജ്യമായി ഇന്ത്യ മാറും എന്നൊരു ആശങ്കയുണ്ടോ? ഇല്ല, നമ്മുടെ പ്രത്യേക ഭൂമിശാസ്ത്രപരമായ നമ്മുടെ സ്ഥിതി അങ്ങനെയാണല്ലോ. പണ്ട് ചാണക്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത ചെറിയ രാജ്യങ്ങൾ ഒരിക്കലും നമ്മൾ ബന്ധുക്കളാവുകയില്ല. നമ്മൾ നോക്കേണ്ടത് നമ്മളെ കുറച്ച് ദൂരെയുള്ള ഒരു ഡിസ്റ്റൻറ്റ് നെയ്ബർഹുഡിൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. കാരണം ചെറിയ രാജ്യങ്ങൾക്ക് എപ്പോഴും വലിയ രാജ്യങ്ങളുടെ അടുത്താകുമ്പോൾ അവർക്ക് അതിനെപ്പറ്റി പ്രിജുഡിസസ് ഉണ്ട്. ഇപ്പോൾ കാനഡ എടുത്തോളൂ, മെക്സിക്കോ എടുത്തോളൂ, ഇവർക്കൊക്കെ അമേരിക്കയോട് വലിയ ബന്ധമാണെങ്കിൽ പോലും അസൂയയാണ്. കാരണം നമ്മളിങ്ങനെ ആയിരിക്കുന്നു, ആ രാജ്യങ്ങൾ അമേരിക്ക ഇത്ര വലിയ, അത് നമ്മളുടെ കൂടെയാണ്, നമ്മുടെ ആളുകൾ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്കായിക്കൂടാ എന്നുള്ളൊരു എപ്പോഴും നെയ്ബർഹുഡിലുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കാം. ഇപ്പോൾ നേപ്പാൾ ഫോർ എക്സാമ്പിൾ, അവർക്ക് ഇന്ത്യ ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അവിടുത്തെ ആളുകൾ ഇന്ത്യൻ ആർമിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്ത് കാര്യത്തിനും, ഇപ്പോൾ ലാൻഡ് ലോക്ക്ഡ് സ്റ്റേറ്റ് അല്ലേ, എന്ത് കാര്യത്തിനും നമ്മുടെ ആവശ്യമുണ്ട്. അവർക്ക് ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ കൂടെ പോയാലേ സാധ്യമാവുകയുള്ളൂ. അതുപോലെ ലോകത്ത് എവിടെ പോകണമെങ്കിലും ഇന്ത്യയുടെ ആക്സസ് വേണം. അപ്പോൾ ഈ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിന് പ്രത്യേകമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ആ നേപ്പാൾ പോലും ഇന്ത്യക്കെതിരായി ഇപ്പോൾ പ്രചണ്ഡ മാറി പുതുതായി വന്ന പ്രധാനമന്ത്രി ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത് തന്നെ. അത് പലതരത്തിലുള്ള പാർട്ടികളുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവർക്ക് ഇന്ത്യയോട് പൊതുവെ അങ്ങനെ, ഞാൻ UN വർക്ക് ചെയ്തിട്ടുകൊണ്ട് ഈ ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങൾ എപ്പോഴും അവരുടെ അടുത്തുള്ള വലിയ രാജ്യമായിട്ട് എതിരായിരിക്കും. കാരണം എക്സ്പോർട്ട് ഇമ്പോർട്ടിന് കൺസെഷൻസ് വേണം. ഒരിക്കൽ മിസ്സസ് ഗാന്ധി ബോർഡർ അടച്ചില്ലേ, 4 ദിവസം എന്തോ അടച്ചിട്ടു. ഇല്ലെങ്കിൽ ബിഹേവ് ചെയ്തില്ലെങ്കിൽ, ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സഫോക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പോൾ ലോകം മുഴുവനും അതിനെതിരായിട്ട് സംസാരിക്കുകയും ചെയ്തു. ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിനൊരു പ്രത്യേക ഒരു അജണ്ടയുണ്ട് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച്. അപ്പോൾ അത് മാറ്റാൻ സാധ്യമല്ല. അതുകൊണ്ട് അടുത്ത രാജ്യങ്ങൾ എപ്പോഴും അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഭൂട്ടാൻ പോലും നമ്മളോട് വളരെ സ്നേഹമുള്ള രാജ്യമാണ്. പക്ഷേ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറുപ്പക്കാർക്ക് എപ്പോഴും വിചാരം, എന്തിനാണ് നമ്മൾ ഇന്ത്യയോട് ഇത്ര വലിയ ഡിപ്പെൻഡൻ്റ് ആവുന്നത്? എന്നിട്ട് മഹാരാജാവിനെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. 100% നമ്മുടെ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് ഇന്ത്യയിൽ നിന്നാണ് പോയിരുന്നത്. എന്നാലും ചെറുപ്പക്കാരുടെ ആഗ്രഹം ഒരു ദിവസം ഭൂട്ടാൻ ഇതിനെല്ലാം ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് വെളിയിൽ പോകണം. അങ്ങനെയാണ് നമ്മൾ അവരെ ഐക്യരാഷ്ട്ര സംഘടനയിൽ മെമ്പറാക്കിയത് പോലും. യഥാർത്ഥത്തിൽ അവർ ഐക്യരാഷ്ട്ര സംഘടന മെമ്പറാകാനൊരു ചാൻസും ഇല്ല. കാരണം അവരുടെ ഫോറിൻ പോളിസി നമ്മളാണ് നയിക്കുന്നതെന്നൊരു കരാറുണ്ട്. എന്നിട്ട് പോലും അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ഭൂട്ടാനെ ഒരു മെമ്പറാക്കി, ഐക്യരാഷ്ട്ര സംഘടനയിൽ മെമ്പറാക്കി. അപ്പോൾ അവരവിടെ ചെല്ലുമ്പോൾ നമുക്ക് സഹായകരമായിട്ട് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. എപ്പോഴും അങ്ങനെ ഉണ്ടായില്ല. അവർ ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിൻ്റെ ഗ്രൂപ്പിലേക്ക് അങ്ങോട്ട് മാറിയിട്ട് ഇന്ത്യയെ എതിർക്കാനും ഇന്ത്യയിൽ നിന്ന് കഴിയുന്നത്ര ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൂടുതൽ ഡിമാൻഡ്സ് വയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ശക്തമായ രാജ്യത്തിന്, ഒരു വലിയ രാജ്യത്തിന് ചെറിയ രാജ്യങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഈ പ്രശ്നം വരും. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഗുജറാൾ ഒരു നോൺ റെസിപ്രൊക്കേറ്റീവായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരോട് എല്ലാം ഡിമാൻഡ് ചെയ്യാൻ പാടില്ല, അവർക്ക് കൂടുതൽ കൺസെഷൻസ് കൊടുക്കണമെന്ന് അദ്ദേഹം ശ്രമിച്ചു. എന്നിട്ടും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഗുജറാൾ ഡോക്ട്രിൻ എന്ന് പറഞ്ഞിട്ട്. കാരണം മിസ്സസ് ഗാന്ധിയുടെ കാര്യം, അവരുടെ പോളിസി, നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മളോട് സ്നേഹം പുലർത്തണം, പക്ഷേ റെസിപ്രൊക്കേറ്റീവ് ആയിരിക്കണം. നമ്മളെന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുന്നെങ്കിൽ അവരുടെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്നുള്ളൊരു പോളിസി ആയിരുന്നു മിസ്സസ് ഗാന്ധിക്കുണ്ടായിരുന്നത്. പക്ഷേ ഗുജറാൾ ഡോക്ട്രിൻ വാസ് ഓപ്പോസിറ്റ്. അത് വേണ്ട, നമ്മൾ വലിയ രാജ്യമാണ്, നമ്മൾ കൂടുതൽ സമ്പന്നരായവരാണ്, അതുകൊണ്ട് വി മസ്റ്റ് ഗിവ് ദം യൂണിലാറ്ററൽ കൺസെഷൻസ് എന്നാണ്. അതുപോലെ IPKF ഇന്ന് ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് സമ്മതിച്ചു. വേറൊരു രാജീവ് ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി, അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. കാരണം ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്ത സ്ഥിതിക്ക് വി എക്സ്പെക്ട് സംതിങ് ഫ്രം യു എന്നുള്ളത്. പക്ഷേ അതും പരാജയപ്പെടുകയാണ് ചെയ്തത്. ഗുജറാൾ ഡോക്ടറിന് ശക്തമായിട്ട് വന്നില്ലല്ലോ. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ റെസിപ്രോസിറ്റി, അവർ ചെയ്യുന്നതനുസരിച്ചാണ് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു, അതേ പറ്റുള്ളൂ ഇതുപോലെ രാജ്യങ്ങൾ. അവർക്കൊരു ഇന്ത്യയുടെ ഒരു മാപ്പ് നോക്കുമ്പോൾ ശ്രീലങ്കക്കാരൻ എന്താണ് കാണുന്നത്? ഒരു ഡാഗർ പോലെയല്ല. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഇതാണ്. എവിടെ പോയാലും അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നെ അത് മാനേജ് ചെയ്യുക, ഡിപ്ലോമസി കൊണ്ടും മറ്റ് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുക മാത്രമേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവരുടെ കോൺസ്റ്റൻറ്റ് ഫിയർ ഇന്ത്യ അവരെ വിഴുങ്ങാൻ പോകുന്നെന്നുള്ളൊരു ഭയം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഈ ശരിക്കും ഈ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ആണോ ഈ ബംഗ്ലാദേശിലെ കലാപത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്നത്? അത് ചത്ത കീചകനിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാമല്ലോ. അതുകൊണ്ട് ഇവിടെ ഭീമൻ ആരാണെന്ന് നമുക്കറിയാം. കാരണം അവരെല്ലാ കാലത്തും ബംഗ്ലാദേശ് സൃഷ്ടിച്ചത് നമ്മളാണെങ്കിൽ പോലും
അവർ ബംഗ്ലാദേശിനെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരുപാട് ശ്രമങ്ങൾ, അവർക്ക് പല ഓഫറുകൾ കൊടുക്കുക, അതുപോലെ അവർക്ക് ശല്യങ്ങൾ ഉണ്ടാക്കുക, ആ ബ്രദർഹുഡ്, മുസ്ലിം ബ്രദർഹുഡിനെ വലുതാക്കി കാണിക്കുക. അപ്പോൾ അതൊരു സെക്യുലറായിട്ടുള്ളൊരു രാജ്യം ഉണ്ടായി എന്നുള്ളത് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള ഒരു പരാജയമായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രതികാരമാണ് നാം ഇപ്പോൾ കാണുന്നത്. ഈ ഇന്ത്യ ഭയക്കുന്നതിൻ്റെ ഒരു പ്രധാന, അല്ലെങ്കിൽ ഇന്ത്യ ആശങ്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന ഒരു കാരണവും അത് തന്നെയാണ്. ഇനി ഇന്ത്യയെ എതിർക്കുന്ന ഒരു വിഭാഗം മുന്നണിയിൽ ഉള്ളപ്പോൾ ആ മുന്നണി ആണ് ഇനി അധികാരത്തിൽ വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ആ ഒരു വിദേശ നയത്തെ, ഒരുപക്ഷെ ചൈനയ്ക്കും ഇവിടെ ബംഗ്ലാദേശിൽ ചൈനയ്ക്കും സ്വാധീനമുണ്ട്, നല്ല രീതിയിൽ സ്വാധീനമുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യയുടെ ഒരു വിദേശ നയത്തെ വലിയ രീതിയിൽ ബാധിക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും അത് നമ്മുടെ വിദേശ നയത്തെ മുഴുവൻ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ നെയ്ബേഴ്സ് തന്നെയാണല്ലോ. അതാണ് പ്രധാനമന്ത്രി ആദ്യം പ്രധാനമന്ത്രി ആയപ്പോൾ തന്നെ പറഞ്ഞത്, നെയ്ബേഴ്സ് ഫസ്റ്റ് എന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. കാരണം നമ്മുടെ നെയ്ബർഹുഡിൽ സമാധാനം ഇല്ലെങ്കിൽ, അവർ നമ്മളോട് സഹകരിക്കാത്തവരാണെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നെയ്ബേഴ്സ് ഫസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു പോളിസി ഇവരെല്ലാം വിളിച്ചു. ആദ്യത്തെ ദിവസം തന്നെ ഇൻവൈറ്റഡ് ഓൾ ദി ലീഡേഴ്സ് ഓഫ് സൗത്ത് ഏഷ്യ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഫൻസീവ് തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. പക്ഷേ അത് ഫലിച്ചില്ലല്ലോ. എത്രയോ കാര്യങ്ങൾ ചെയ്തു നോക്കി, പാകിസ്ഥാനോട് അടുക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ അവസാനം നമ്മളിപ്പോൾ അവരോട് ചർച്ച ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ നേപ്പാളിലും അവിടെ ജനാധിപത്യ പ്രവണതകളെയാണ് നമ്മൾ എൻകറേജ് ചെയ്തിട്ടുള്ളത്. ഒരു കൂട്ടരെയും നമ്മൾ ശക്തമായിട്ട് പിന്തുണയ്ക്കുകയോ അവരെ അധികാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അത് ചെയ്യുമ്പോൾ എപ്പോഴും അപകടം കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിപ്ലോമാറ്റിക് ആൻഡ് പെർസ്വേസീവ് മാനർ, അതിന് കുറച്ചൊക്കെ അങ്ങോട്ട് കൺസെഷൻ കൊടുക്കണം. ഭൂട്ടാൻ നമ്മൾ എത്രയോ സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മിക്സ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, കോഓപ്പറേഷൻ, അഫെക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് യുവർ ഇൻട്രസ്റ്റ്, അതേ ഒക്കെ ഉള്ളൂ നെയ്ബേഴ്സിൻ്റെ കാര്യത്തിൽ. അത് നമ്മൾ മാനേജ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ തന്നെ മാൾഡീവ്സ് മാറി തുടങ്ങിയിട്ടുണ്ട്, ശ്രീലങ്ക മാറി തുടങ്ങിയിട്ടുണ്ട്. ബംഗ്ലാദേശ് രൂപീകരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ന്യൂനപക്ഷമായ ഈ ഹിന്ദുക്കളുടെ എണ്ണം ഒരു 20, അവിടെ ജനസംഖ്യയുടെ 21% ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വർഷങ്ങൾ ഇത്ര പിന്നിട്ടപ്പോൾ ഇപ്പോൾ ഈ ഹിന്ദുക്കളുടെ ഒരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 8%, 7% ഒക്കെയാണ്. കാരണം നിരന്തരം കലാപങ്ങളാണ്, എല്ലാ തവണയും അവിടെ കലാപവും അമ്പലങ്ങളൊക്കെ തകർക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു ഹിന്ദു വിഭാഗത്തെ, ഹിന്ദുക്കൾക്ക് നേരെ ഈ രീതിയിലൊരു ആക്രമണം നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം ഉറപ്പായും ഇന്ത്യയിലും കാണില്ലേ? ആ രീതിയിലൊരു കലാപമൊക്കെ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത. ഈ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പുതിയ ന്യായങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ, അവിടെ നിന്ന് നിവൃത്തിയില്ലാതെ വരുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുക എന്നുള്ളൊരു പ്രിൻസിപ്പിൾ നമ്മളിപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാവർക്കും കൊടുക്കാനൊക്കില്ല. കാരണം അവിടെ ഇപ്പോൾ ഒരു മുസ്ലിം രാജ്യത്തിൽ നിന്ന് മുസ്ലിം റെഫ്യൂജീസ് വരിക എന്നുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത കാര്യമല്ല. അപ്പോൾ അത് മതത്തിൻ്റെ പേരിലായി പോകുന്നു എന്നാണ് ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അഭയാർത്ഥി പ്രവാഹത്തെ എങ്ങനെയായിരിക്കും നമുക്ക്, അതിനെ എങ്ങനെയാവും ഈ സർക്കാർ നേരിടാൻ പോകുന്നത്? അല്ല, അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് മാത്രമേ പറ്റുള്ളൂ. നിയന്ത്രിക്കണം, ബോർഡർ നിയന്ത്രിക്കണം പ്രധാനമായിട്ട്. പക്ഷേ വലിയ പ്രയാസമാണ് അവിടെ. അതാണ് ഭിത്തി കെട്ടാനോ, അല്ലെങ്കിൽ അമേരിക്ക പോലും ഇപ്പോഴും ഇത് ഭിത്തി കെട്ടണോ അതോ മുള്ളുവേലി കെട്ടണോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പ്രസിഡന്റ് ട്രംപ് വേണമെന്ന് പറഞ്ഞ് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അതൊന്നും ഇവിടെ ഒന്നും പ്രാക്ടിക്കൽ അല്ല. നമ്മുടെ ആ ബോർഡേഴ്സൊക്കെ വളരെ ഇതാണ്. ബംഗാൾ, അസം, ബംഗാൾ അവിടെ എല്ലാം ഓപ്പണാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ അവിടെ ഉള്ളവർ ഇന്ത്യക്കാരാണോ ബംഗ്ലാദേശുകാരാണോ നമുക്കറിയില്ല. നമ്മുടെ ഇവിടെ തന്നെ ഒരുപാട് ബംഗാളികളെ നമ്മൾ കാണുന്നു. എല്ലാവരും വെസ്റ്റ് ബംഗാളിൽ നിന്നാകണമെന്നില്ല. അപ്പോൾ ഡോക്യുമെൻ്റ് ഇല്ലാത്തവരുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയുള്ളൂ. ഒരു ആബ്സല്യൂട്ട് സൊല്യൂഷൻ ഇല്ല ഇതിനൊന്നും. ദീർഘകാലം ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കാൻ ഇന്ത്യക്ക് എത്രത്തോളം സാധിക്കും? മാത്രമല്ല, ലണ്ടനിലേക്ക് പോകണം എന്നാണ് ഷെയ്ഖ് ഹസീന ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ ലണ്ടനിൽ നമുക്കറിയാം ഈ മുസ്ലിം എഗെയിൻസ്റ്റ് റൈറ്റ് അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതെ. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യയിൽ തന്നെ തുടരുക എന്നത് എത്രത്തോളം പ്രായോഗികമാണ്? ദലൈലാമ എത്ര വർഷമായി നമ്മുടെ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പോളിറ്റിക്സ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അന്ന് തന്നെ അദ്ദേഹത്തെ ഒരു റിവേർഡ് ബുദ്ധിസ്റ്റ് ലീഡർ എന്ന നിലയിലാണ് പണ്ഡിറ്റ് നെഹ്റു ക്ലിയറായിട്ട് പറഞ്ഞു, നമ്മൾ അദ്ദേഹത്തിന് അഭയം നൽകുന്നത് അങ്ങനെയാണ്, ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സമ്മതിക്കില്ല. അത് ദലൈലാമ ഇപ്പോഴും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ഹി ടോൾഡ് മീ ഐ ഹാവ് എ ബോൺ ടു പിക്ക് വിത്ത് ജവഹർലാൽ നെഹ്റു ഓൺ ദിസ്. കാരണം ഒരു അധികാരി, രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല ധർമ്മത്തിൻ്റെ കൂടെ അധികാരിയായ ഒരു വ്യക്തിയെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നിങ്ങൾ മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാണ് നമ്മളവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് രാഷ്ട്രീയം വേണമെങ്കിൽ അമേരിക്കയിൽ പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോകണം. ഈ രാജ്യങ്ങളിലൊക്കെയാണ് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധുക്കളുള്ളത്. പക്ഷേ
അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ജീവിക്കാനുള്ള, അല്ലെങ്കിൽ അതുപോലെ റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസ് നടത്താനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ഒരു പാസ്പോർട്ടുണ്ട്. എത്രയോ ആളുകൾ, വളരെ കുറച്ച് പേരിലേ വന്നിരുന്നുള്ളൂ, ഇപ്പോൾ അവർ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണ്. ദാറ്റ് ഈസ് പോസിബിൾ. നിവൃത്തിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? അപ്പോൾ അവർക്ക് തിരിച്ചു പോകാനുള്ള എന്താണ് സാഹചര്യം ഒരുക്കുക എന്നതുകൂടി ഈ റെഫ്യൂജി പ്രോബ്ലത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മളിപ്പോൾ റെഫ്യൂജീസിന്, അത് മിസ്സസ് ഗാന്ധി അത് ഉപയോഗിച്ചല്ലോ. 1971 ഒരു യുദ്ധം ചെയ്യാനുള്ള കാരണം 1 മില്യൺ റെഫ്യൂജീസ് ഇവിടെ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം അവരെ എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യം വന്നെങ്കിലേ, ഇൻഡിപെൻഡൻ്റ് ആയെങ്കിലേ ഇവർക്ക് തിരിച്ചു പോകാനുള്ളൂ എന്നുള്ളത് അതൊരു പാർട്ട് ഓഫ് എ പ്രിൻസിപ്പിളാണ്. റെഫ്യൂജീസിനെ സ്വീകരിക്കുമ്പോഴേ നമ്മളെപ്പോഴും അവർക്ക് തിരിച്ചു പോകാനുള്ള സൗകര്യങ്ങൾ, അത് യുദ്ധം ചെയ്യണം എന്നല്ല, ഉള്ള സൗകര്യം വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മെസ്സേജ് കൊണ്ടാണ് മിസ്സസ് ഗാന്ധി ലോകം മുഴുവൻ സഞ്ചരിച്ച് പ്രസിഡന്റ് റീഗനെ അവരെ കണ്ട് അഭ്യർത്ഥിച്ചത്. കാരണം ഈ റെഫ്യൂജീസിനെ ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല, അവർക്ക് തിരിച്ചു പോയെങ്കിലേ പറ്റുള്ളൂ. തിരിച്ചു പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തെ ഇൻറ്റേർണൽ സിറ്റുവേഷൻ മാറ്റിയെങ്കിലേ പറ്റുള്ളൂ. നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ ഞാൻ മാറ്റും എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു മെസ്സേജായിരുന്നു അവർ കൊടുത്തിരുന്നത്. അതിനെ എല്ലാവരും അംഗീകരിച്ചു. അതിനുശേഷം അമേരിക്കയൊക്കെ പെട്ടെന്ന് അംഗീകരിച്ചല്ലോ. ബംഗ്ലാദേശിന്, ഭൂട്ടാനായിരുന്നു ആദ്യം അംഗീകരിച്ചത്. അതിനുശേഷം അമേരിക്കയും വെസ്റ്റേൺ കൺട്രീസ് പെട്ടെന്നാണ് അംഗീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് അക്സെപ്റ്റബിളാണ്. അപ്പോൾ റെഫ്യൂജീസിന് കൊടുത്ത് അത് പൊളിറ്റിക്സ് ഇല്ലാതെയും റെഫ്യൂജീസിനെ ആകാമല്ലോ. അല്ലെങ്കിൽ ചൈന എങ്ങനെ സമ്മതിക്കുന്നത്? ഇവർക്ക് എത്രയും എപ്പോഴും ദലൈലാമ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ചൈന പ്രൊട്ടസ്റ്റ് ചെയ്യും. അവർ പറഞ്ഞാൽ അത് അന്ന് ഇങ്ങനെ നിങ്ങൾ അനുവദിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരായിട്ട് അവർ പ്രവർത്തിക്കുന്നതെന്നുള്ളത്. പക്ഷേ നമ്മൾ കണക്കിലെടുക്കാതെ അതേസമയം അവർ പ്രൊവോക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നു. പല കാര്യങ്ങളും അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മതപരമായി ചെയ്യുന്നത് നമ്മൾ പലതും അനുവദിക്കാറില്ല. അതുപോലെ ഡൽഹിയിൽ ദലൈലാമ വരാറില്ല. അങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസോടുകൂടിയാണ് നമ്മളൊരു റെഫ്യൂജി എപ്പോഴും പിന്നെ അഭയം നൽകുന്നത്. പക്ഷേ അഭയം നൽകുക എന്നുള്ളത് ലോകരാജ്യങ്ങളിലെ ഒരു നിയമമായി അംഗീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളുടെ ഒരു വ്യക്തി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ സംരക്ഷിക്കുക എന്നുള്ള പല കേസുകളും ഉണ്ടല്ലോ. അപ്പം അതിനൊരു റൂളുണ്ട്, ഒരു കോണ്ടക്റ്റ് റൂളുണ്ട്. അതുപോലെ റെഫ്യൂജി കൺവെൻഷൻ, നമ്മൾ കൺവെൻഷൻ ഒപ്പിട്ടിട്ടില്ല എങ്കിൽ പോലും റെഫ്യൂജി കൺവെൻഷൻ നമ്മൾ മുഴുവനായിട്ടും പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുക. അപ്പോൾ അതുപോലെ ഇപ്പോൾ പുതിയ സിറ്റിസൺഷിപ്പ് റൂൾസ് അനുസരിച്ച് അവർ വന്നാൽ അവർക്ക് അപ്ലൈ ചെയ്യാം സിറ്റിസൺഷിപ്പിന് എന്നുള്ള മാറ്റങ്ങളും നമ്മൾ വരുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവരിവിടെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ സമാധാനമായിട്ട് താമസിക്കുക, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നടത്തിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. യൂനസ് മുഹമ്മദ്, നൊബേൽ ജേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ അവിടെ രൂപീകൃതമാവുകയാണ്. പക്ഷേ 3 മാസങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റുമെന്നാണ് പ്രക്ഷോഭകാരികളൊക്കെ ആവശ്യപ്പെടുന്നത്. ഈ 3 മാസത്തെ മുഹമ്മദ് യൂനസിൻ്റെ താൽക്കാലിക സർക്കാരും അതിനുശേഷം ഒരുപക്ഷെ നമുക്കറിയാം, സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഈ അവാമി ലീഗിന് എത്രത്തോളം ആ തെരഞ്ഞെടുപ്പിൽ ഇനി പങ്കെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകാനുള്ളൊരു ശേഷിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ സ്വാഭാവികമായി മുഖ്യ പ്രതിപക്ഷമായ ബംഗ്ലാദേശ് ആ ഒരു പ്രോസസ്സേ പറ്റുള്ളൂ. മുഹമ്മദ് യൂനസ് ഉള്ളവരെ കൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ വ്യക്തിപരമായി അറിയാം. അദ്ദേഹം ഒരു ഇക്കോണമിസ്റ്റാണ്, പൊളിറ്റീഷ്യനേ അല്ല. പക്ഷേ ഈ ഗോട്ട് ഇൻ ടു ട്രബിൾ വിത്ത് ഷെയ്ഖ് ഹസീന. അതെന്തോ ഒരു കോംപ്ലിക്കേഷൻ ആയിരിക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. പക്ഷേ ബംഗ്ലാദേശിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം വളരെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അതേസമയം രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളായിരിക്കും. എത്രയോ പോവർട്ടിയിൽ നിന്ന് ആളുകളെ ഉയർത്തെഴുപ്പിച്ച ആളാണല്ലോ അദ്ദേഹം, വിശേഷിച്ചും സ്ത്രീകളുടെ വികസനത്തിൽ. അതിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് പോലും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടൊരു വികസന അജണ്ട മാത്രമുള്ളൊരു മനുഷ്യനാണ്. രാഷ്ട്രീയമൊന്നും അതിൽ കാണില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഹസീനയെ കൂടെ ക്രിട്ടിസൈസ് ചെയ്തെങ്കിലേ അദ്ദേഹത്തിന് അവിടെ കഴിയാൻ പറ്റുള്ളൂ. ഹസീന അദ്ദേഹത്തിന് ജയിലിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്, ഏതോ കേസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആ ഒരു ബിറ്റർനെസ് അദ്ദേഹത്തിനില്ല. അതായത് ഇതുവരെ സംസാരിച്ചത് നമ്മളത് മനസ്സിലാക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഈ മാസങ്ങൾ കൊണ്ട് തിരഞ്ഞെടുപ്പിന് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് ചോയ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിയാണല്ലോ മുഹമ്മദ് യൂനസ്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലൂടെ ഉറപ്പായും വരുന്ന പ്രതിപക്ഷ നേതാവായിരിക്കും. 18 വർഷം ജയിലിൽ അടയ്ക്കപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഖാലിദാസിയയുടെ നേതൃത്വത്തിലുള്ള പാർട്ടി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി തന്നെയായിരിക്കും അധികാരത്തിൽ വരിക. അങ്ങനെ വരുമ്പോൾ ഇനി ഒരു ബംഗ്ലാദേശിൻ്റെയൊക്കെ ഒരു ഭാവി, ഒരു അവരുടെ മുന്നണിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ വരുമ്പോൾ അത് തീർച്ചയായും ബംഗ്ലാദേശ് ഒരു എല്ലാവരും പറയുന്നത് പോലെ ഒരു മതമൗലികവാദികളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു രാജ്യമായി ബംഗ്ലാദേശ് മാറുമോ?
ഇല്ല എന്ന് പ്രതീക്ഷിക്കാം. കാരണം വികസനം വേണമെങ്കിൽ, അതുപോലെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കണമെങ്കിൽ അവർ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് വേണമല്ലോ. അപ്പോൾ അതൊരു സെക്യുലർ ആയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ ഈ രാജ്യത്തും. പക്ഷേ ഈ ട്രെൻഡ് ഇപ്പോൾ അവരൊരു വലിയ നേട്ടം നേടിയിരിക്കുകയല്ലേ, ഇവരെ വെളിയിലാക്കി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ കുറേ കൂടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ലൈനായിരിക്കും സിഐ എടുക്കുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം, പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു മാറ്റമല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അത് സാധിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് അവരധികാരത്തിൽ വന്നാലും ഒരുപക്ഷെ ജനാധിപത്യപരമായി തന്നെ ശ്രമിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം അതില്ലെങ്കിൽ രക്ഷയില്ല. ജനാധിപത്യത്തിൻ്റെ വില എല്ലാവരും അംഗീകരിക്കുന്നു. പലതരം ജനാധിപത്യം ഉണ്ടായിരിക്കാം. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രീഡം എന്നുള്ളത് എല്ലാവരുടെയും അന്തർലീനമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സഹകരണത്തിന് തയ്യാറാണ്. എത്രയോ രാജ്യങ്ങളിൽ പലതരത്തിലുള്ള ആളുകൾ ഒന്നിച്ച് താമസിക്കുന്നു, ഒരു രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് സംഭവിച്ചുകൂടാ എന്നില്ല. ബംഗ്ലാദേശിലും സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യ വിരുദ്ധത കാളിദാസിയിൽ നിന്നൊക്കെ ആ ഒരു നയവും മാറുമായിരിക്കുമെന്നും പ്രതീക്ഷിക്കാം അല്ലേ? അത് തീർച്ചയായിട്ടും നമ്മൾ അടുത്ത നെയ്ബേഴ്സ് അല്ലേ. വി നീഡ് ഈച്ച് അതർ. വെള്ളം കൺട്രോൾ ചെയ്യണമെങ്കിൽ തന്നെ ഇന്ത്യ വേണം അല്ലേ. അപ്പോൾ നമുക്കും അതുപോലെ ആവശ്യമുണ്ട്. നമ്മുടെ ചില പോർട്സിലെല്ലാം വെള്ളമില്ലാതെ വരുന്നാൽ അതാണല്ലോ നമ്മുടെ എഗ്രിമെൻ്റ് ഉള്ളത്. അത് വളരെ ബംഗ്ലാദേശിന് വളരെയധികം സഹകരമായ തരത്തിലുള്ള ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യം വരും, തീർച്ചയായിട്ടും നമ്മളോട് ഇടപെടേണ്ടി വരും. അങ്ങനെ ഒരു ശത്രു രാജ്യമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊരു പ്രാക്ടിക്കൽ മനസ്ഥിതിയോട് മുമ്പോട്ടുവാണെങ്കിൽ, വിജയം വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ രാജ്യം നടത്തണമെങ്കിൽ അയൽക്കാരെ ആവശ്യമുണ്ട്, ഐക്യരാഷ്ട്ര സംഘടന ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലാക്കിക്കൊണ്ടേ അവർക്ക് അധികാരത്തിൽ തുടരാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.